റസ്ക് പൊടി ചേർത്ത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള തിക്ക് ഗ്രേവി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ട്. കാരണം നമ്മൾ സാധാരണ കടലക്കറിക്ക് നല്ല തിക്നെസ് കൂട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ആ വേവിച്ച കടല തന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് ചേർക്കാറുണ്ട്. അതല്ലെങ്കിൽ ഞാനിവിടെ പച്ച നമ്മുടെ സവാളയില്ലേ, അത് നമ്മൾ കടല വേവിക്കുമ്പോൾ തന്നെ 2 സവാള പച്ചനെ തന്നെ വാട്ടാതെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കടലയുടെ കൂടെ തന്നെ ആ സവാള നമ്മൾ വെന്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതല്ലാതെ ഈ മാർഗത്തിലൂടെ ഒന്നും അല്ലാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കടലക്കറി കിട്ടാനായിട്ട് ഇതുപോലെ 3 റസ്ക് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2-3 പാത്രമൊന്നും നമുക്ക് ഇതിനായിട്ട് മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ആകെ നമുക്ക് കുക്കർ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ആദ്യം തന്നെ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്നത് പോലെ തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞ്, അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. അത് നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തതിന് ശേഷം പെരിഞ്ജീരകം ഒരു അല്പം ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വലിയ സവാള അരിഞ്ഞ് നമുക്ക് ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും ഗരം മസാലയും ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ തലേ ദിവസം കുതിർക്കാനായിട്ട് വെച്ച ഒരു 250 ഗ്രാം കടല അത് നമുക്ക് കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ കടലയുടെ മേലെ വെള്ളം വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. കുക്കറിൻ്റെ എയർ പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മൂടി തുറന്ന് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ 3 റസ്ക് എടുത്ത് പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് വറ്റി വരുമ്പോൾ നമ്മുടെ കറി നല്ല കുറുകിയ തിക്ക് ഗ്രേവി ആയിട്ട് അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ റസ്ക് പൊടി ചേർക്കുന്നത് കൊണ്ട് കടലക്കറിക്ക് തിക്നെസ് മാത്രമല്ല കൂടുന്നത്, നല്ലൊരു ടേസ്റ്റും അതുകൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ റസ്ക് പൊടി ചേർത്ത് കടലക്കറി ഉണ്ടാക്കി നോക്കാത്തവർ നാളെ ഉറപ്പായിട്ടും പുട്ടും കടലക്കറിയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.